ബാംഗ്ലൂരിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മടിവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ ബാച്ചിലറായിട്ടുള്ള ഒരാളോട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് ബാംഗ്ലൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും പറയാനുള്ള ഒരു സ്ഥലമായിരിക്കും മടിവാള. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് മടിവാള ഇതുപോലെ പ്രിയങ്കരമായത്? അപ്പം അതിനുള്ള റീസണും കൂടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ മാരുതി നഗർ എന്നുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. മാരുതി നഗർ കാണിക്കാൻ കാരണം ബാംഗ്ലൂരിൽ മടിവാളയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളികൾ താമസിക്കുന്നത് മാരുതി നഗറിലാണ്. മലയാളികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെലുങ്കരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ തമിഴ്മാരെ നമുക്ക് കാണാൻ സാധിക്കും. മലയാളികളും തെലുങ്കരുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു സിനിമയ്ക്കകത്ത് ലൊക്കേഷൻ ആയിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുഞ്ചാക്കോ ബോബന്റെ കുറേ സീനുകളൊക്കെ എടുത്തിട്ടിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാരുതി നഗർ. മാരുതി നഗർ മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഇത് നേരെ പോകുന്നത് ഗംഗോത്രി സർക്കിളിലോട്ടായിരിക്കും. അവിടുന്ന് പിന്നെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BTM-ലോട്ട് പോവാം. നേരെ പോവുകയാണെങ്കിൽ മെയിൻ റോഡിലോട്ട് സിൽക്കോട്ടേക്ക് പോകുന്ന മെയിൻ റോഡിലോട്ട് വന്ന് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിയങ്കരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുള്ളത് ഇവിടെ PGs ഒരുപാട് അവൈലബിൾ ആണെന്നുള്ളതാണ്. PGs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയാണ്. 2011-12 കാലഘട്ടങ്ങളിലൊക്കെ 4,000-4,500 രൂപയ്ക്ക് ആയിരുന്നെങ്കിൽ ഇപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-10 രൂപയൊക്കെയാണ്. ഒരുപാട് മലയാളികൾക്ക് ഇപ്പോൾ PGs ഒക്കെ ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം പിന്നെ ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം പിന്നെ ആൾക്കാരൊക്കെ അത് വിട്ട് പോകുക എന്നുള്ളതാണ് ഇവിടുന്ന്. പിന്നെ ഇപ്പം ഭൂരിഭാഗം PGs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കരുടെ കയ്യിലാണ്. തെലുങ്ക് അങ്ങനെ അവരുടെ ഫുഡും അവരുടെ സ്റ്റൈലിലുള്ള PGs ഒക്കെയാണ് അവൈലബിൾ. മലയാളികൾ ഇല്ലെന്നല്ല, എന്നാലിപ്പോൾ കുറഞ്ഞെന്ന് തന്നെ പറയാൻ പറ്റും. അതെല്ലാം ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മലബാർ റെസ്റ്റോറൻറ്റിലേക്കാണ്. മടിവാളയിൽ മാരുതി നഗറിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മലബാർ റെസ്റ്റോറൻറ്റ്. ഫുഡൊന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ മിക്കവരുടെയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇവിടുന്ന് തന്നെ ആയിരിക്കും മലബാർ റെസ്റ്റോറൻറ്റ്. ഇതും വർഷങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. നല്ല ഫുഡാണ്, ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ടാകും. ഈ ഭൂരിഭാഗം കടകളും തുണിക്കടകൾ, ബേക്കറികൾ, പലചരക്ക് കടകൾ, പച്ചക്കറി കടകൾ, അങ്ങനെയുള്ള ഒരുപാട് കടകൾ എല്ലാം മിക്കുന്നൊക്കെ മലയാളികളുടെ ആണെന്നുള്ളതാണ്. പണ്ടില്ലാതെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ചായക്കടകൾ കാണാൻ പറ്റും. ചെറിയ ചെറിയ ചായക്കടകൾ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതും ഒരു മലയാളികളുടെ കടകളാണ്. അത് അവിടെ ഈ ചായ, പിന്നെ സ്നാക്സ്, 4 മണിക്കുള്ള പലഹാരങ്ങൾ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇവിടെയൊക്കെ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു 1 BHK എടുത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട റെന്റ് മിനിമം 14,000 രൂപയാണ്. 1 BHK എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഹോള്, ഇത് മാത്രം ഉള്ളതിനാണ്. വീട്ടിൽ ഫർണിഷ്ഡ് ഒന്നും ആയിരിക്കത്തില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് ഇത് കേട്ടോ. അവൻ്റെ റെന്റ് ഇവിടെ 14,500 രൂപയാണ്. അവൻ താമസിക്കുന്നത് 1 BHK-ലാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കണ്ടിച്ചുള്ള ഒരു പോർഷെ ആയിട്ടുള്ള ഒരു ഇതാണ് 25,000 രൂപയാണ് അവിടെ റെന്റ് പറഞ്ഞേക്കുന്നത് 1 BHK. അത് പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഫർണിഷ്ഡ് ആയിരിക്കും. എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഈ PG ഉള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തങ്ങാനായിട്ടൊരു താല്പര്യം. ഇത് ദുനിയാവ് എന്നുള്ള ഒരു ഹോട്ടലാണ്. അത് ആ ബിൽഡിംഗ് ഇങ്ങനെ പല ഹോട്ടലുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ദുനിയാവ് എന്നുള്ളൊരു ഹോട്ടലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മലയാളി കേരള ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇതെല്ലാം ഓരോ വീടുകളാണ്. ഈ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും മിക്കവാറും ഓണർ താമസിക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ബാക്കി എല്ലാ റെന്റിന് വിടുകയാണ് പതിവ്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒക്കെ എല്ലാവർക്കും. ഈ ഏരിയയിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ബാച്ചിലേഴ്സ് ആയതുകൊണ്ടുകൂടി ബാച്ചിലേഴ്സിന് ഒരുപാട് വീടുകൾ ഇവിടെ ബാച്ചിലേഴ്സിന് മാത്രമായിട്ട് കൊടുക്കുന്ന വീടുകളുണ്ട്. അതാകുമ്പം ഒരുപാട് വെള്ളമൊന്നും ചിലവാകത്തില്ല. ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം ചിലവാകില്ല. ബാച്ചിലേഴ്സിന് മാത്രം വീട് കൊടുക്കുന്നു എന്നും പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന പല സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 10-600ഓളം PGs നമുക്കിവിടെ ചെന്ന് കാണാൻ പറ്റും. അതുപോലെ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. പണ്ട് ഇത്രയും തിരക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. മുക്കിന് PG ആണ്. നമുക്ക് ഒരു PG അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത PGയിലേക്ക് പോകാമെന്നുള്ളതാണ്. പിന്നെ 8,000 രൂപ 10,000 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ അവർക്ക് അവിടെ PGക്ക് അവർ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ പോകുന്നതാണ് മാരുതി നഗർ റോഡ്. ഇത് ഹൊസൂർ റോഡിലോട്ട് കണക്റ്റ് ആകുന്ന ഒരു വഴിയാണിത്. റോഡ് ചെറുതാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര 2 സൈഡിൽ നല്ല കടകളാണ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. മജസ്റ്റിക്കിൽ പോകുന്ന പോലെ തന്നെ വില കുറച്ച് കിട്ടുന്ന ഒരുപാട് തുണിക്കടകൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട ഹോട്ടലുകൾ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നമുക്കൊരു 8-10 മലയാളി റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. ഈ കോർണറിൽ നിൽക്കുന്ന ഒരു ഹോട്ടലുണ്ടല്ലോ, അത് മലയാളികളുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവിടെ അടുത്തുള്ള വേറെ റെസ്റ്റോറൻറ്റ് സാബരി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അവിടെ അത്യാവശ്യം നല്ല ഫുഡാണ് അവർ കൊടുക്കുന്നത്. വളരെ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയൊരു ഹോട്ടലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു നേരത്തെ കൈരളി ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പം മെയിൻ റോഡിലോട്ട് മാറ്റി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലോഡ്ജുകൾ. നിങ്ങൾ രാവിലെ മടിവാളിലൊക്കെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ 10-25ഓളം ലോഡ്ജ് നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം മലയാളികൾ നടത്തുന്ന ലോഡ്ജ് തന്നെയാണ്.
നമ്മളിപ്പോൾ കണക്ട് ആകാൻ പോകുന്നത് ഇതാണ് ഹൊസൂർ മെയിൻ റോഡ്. അപ്പം ആൾക്കാർ ഇവിടെ വന്നുതരാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ കണക്ടിവിറ്റിയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഭൂരിഭാഗം ബസ്സും ഇവിടെ നിന്നാണ് പോകുന്നത്, പ്രൈവറ്റ് ബസ്. ഇവിടെ നിന്ന് ഒരു 150-200 മീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ബസ് വരുന്ന സെൻറ്റ് ജോൺസിൻ്റെ ബസ് സ്റ്റോപ്പും നമുക്കവിടെ കാണാൻ പറ്റുമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നേരെ പോകുന്നത് മടിവാള അയ്യപ്പ ടെമ്പിളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അയ്യപ്പ ടെമ്പിളിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ പി ജികളാണ്. ഞാൻ പറഞ്ഞത് മടിവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശസ്തം പി ജികളാണ്. പിന്നെ ഹോട്ടലുകൾ, ഒരുപാട് ഹോട്ടലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ലക്ഷറി ആയിട്ടുള്ള പി ജികളുണ്ടാവും, നോർമൽ ആയിട്ടുള്ള പി ജികളും ഉണ്ടാവും. പി ജിയിൽ 15,000-20,000 രൂപയൊക്കെ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് പി ജിയിൽ. അപ്പോൾ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസും അതുപോലെ വലുതായിരിക്കും. പിന്നെ ചെറിയ ഹോട്ടലുകൾ, ആശുപത്രികളുണ്ടാവും ഇവിടെ. നമുക്ക് സാധാരണയൊക്കെ ഇവിടെയാണെങ്കിൽ ഒരു ഏതെങ്കിലും ആവശ്യത്തിൽ ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ, ഒരു ഫിസിഷ്യനെ കാണണമെങ്കിൽ തന്നെ 500 രൂപയൊക്കെയാണ് മിനിമം ചാർജ് മേടിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ ചെറിയ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആശുപത്രികളുണ്ടാവും. 150 രൂപ 200 രൂപയ്ക്കായിരിക്കും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഫീസ്. നമ്മളിപ്പോൾ ഉള്ളത് മടിവാള അയ്യപ്പ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലാണ്. പണ്ടൊക്കെ ഒരുപാട് നടന്ന വഴികളാണിത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളൊക്കെ, ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. പണ്ട് മടിവാളിൽ ഇതുപോലെ, മടിവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെ ഒരു പഴയൊരു ടൗൺ ആയിരുന്നു. ബാംഗ്ലൂരിൽ തുടക്കത്തിൻ്റെ സമയത്തൊക്കെ ആദ്യകാലത്ത് ഡെവലപ്പായി വന്ന ടൗണുകളായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഇവിടെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് BBMPയുടെ നിർദ്ദേശപ്രകാരം അതെല്ലാം പൊളിച്ച് പുതിയ ബിൽഡിങ്ങാണ് പണിഞ്ഞത്. അതുകൊണ്ട് ബിൽഡിംഗ് എല്ലാം വൃത്തിയായി, അതുപോലെ തന്നെ റോഡും കാര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇതൊക്കെ വർഷങ്ങളായിട്ട് പി ജി തന്നെയാണ് ഈ ഒരു സൈഡ്. ഒരുപാട് പി ജികൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ നേരെ പോകുന്നത് ഭാരതിനഗർ മടിവാള പോസ്റ്റ് ഓഫീസിലേക്കാണ്. മടിവാള പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ചെറിയൊരു കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ്. അതിനെയാണ് മടിവാള പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് അയ്യപ്പ ടെമ്പിളാണ്. അയ്യപ്പ ടെമ്പിളിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിനകത്താണ് ഒരു ആശുപത്രി ഉള്ളത്. ചാമുണ്ടി എന്ന് പറയുന്ന ആശുപത്രിയുടെ പേര്. ഒരുപാട് മലയാളികൾക്കൊക്കെ ഒരുപാട് സുപരിചിതമായ ഒരു ആശുപത്രി ആയിരിക്കും. 100 രൂപ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിനെ, ഫിസിഷ്യനെ കാണാൻ പറ്റും. അവിടെ നിന്നാണ് അവർ തീരുമാനിക്കുന്നത് എന്തെങ്കിലും അസുഖം കൂടുതലാണെങ്കിൽ നാട്ടിലോട്ട് പോകണോ അതോ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതൊക്കെ. അവിടെ ഒരു കോൺക്രീറ്റ് നടന്നൊരു വഴിയാണ്. അപ്പോൾ അത് കച്ചിയൊക്കെ ഇട്ട് നനച്ചിട്ടേക്കുകയാണ്. അല്ലെങ്കിൽ കോൺക്രീറ്റ് പെട്ടെന്നൊന്ന് സെറ്റ് ആവാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ 2 സൈഡിലും വീടുകളാണ്, റെസിഡൻഷ്യൽ ഏരിയകളാണ്. ഒരു വീടും മറ്റേ വീടുകളും തമ്മിൽ നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പെയിന്റ് കളർ കണ്ടാണ് മനസ്സിലാക്കുന്നത് രണ്ട് ബിൽഡിംഗ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരുന്നു കഴിഞ്ഞു പോയതാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയും ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഏരിയയിലടുത്ത് ഇങ്ങനെ താമസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതും അതുപോലെ കോൺക്രീറ്റ് കഴിഞ്ഞ റോഡാണ്. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരിക്കണം, അതാണ് അവർ കോൺക്രീറ്റ് അടിച്ച് വിട്ടത്. അത് കോൺക്രീറ്റ് ചെയ്ത് കച്ചിയൊക്കെ ഇട്ട് അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, നല്ല മലയാളികൾ നടത്തുന്ന ഒരു ബജിക്കടയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. എനിക്കൊന്ന് കൊറോണയ്ക്ക് ശേഷം അത് നിർത്തിപ്പോയതാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ നേരെ കണക്ട് ചെയ്യാൻ പോകുന്നത് മടിവാള അയ്യപ്പ ടെമ്പിളിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ മാറി വരേണ്ട വന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഹൊസൂർ മെയിൻ റോഡിലോട്ട് ടച്ച് ആകുകയാണ്. ഈ റോഡ് വന്ന് തീരുന്നത് ഹൊസൂർ മെയിൻ റോഡിലോട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ മജസ്റ്റിക്ക് പോവുക, അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ യൂട്ടേൺ എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ ഹൊസൂർ പോവുക. അപ്പം ഇതിനെ ഹൊസൂർ മെയിൻ റോഡ് എന്നാണ് പറയുന്നത്. അയ്യപ്പ ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അയ്യപ്പ ടെമ്പിൾ. മലയാളികൾക്ക് ഒരുപാട് പരിചിതമുള്ള മലയാളികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ളത്. ശബരിമലയുടെ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ വൈകിട്ട് ഭജനയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സമയത്ത് മണ്ഡല സമയത്തൊക്കെ ഇവിടെ ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. ഇതാണ് മടിവാളയിലെ മെയിൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് യൂട്ടേൺ എടുത്തിട്ട് നമ്മൾ നേരെ സിൽ ബോർഡിലോട്ടാണ് പോകുന്നത്. ഇതാണ് മടിവാള മസ്ജിദ്. അയ്യപ്പ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് നിന്നുള്ളൊരു മസ്ജിദാണ് ഇത് കാണുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഹൊസൂർ മെയിൻ റോഡിലാണ്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ കാണുന്നതാണ് മടിവാള അയ്യപ്പ ടെമ്പിൾ. ഇതും ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു ജംഗ്ഷനിലോട്ട് നമ്മൾ പോകുന്നത്. ഞാൻ ചെന്നത് ഒരു ശനിയാഴ്ച ഒരു 4 മണി 5 മണി സമയത്താണ്. ആ സമയമായതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക്. കാര്യം ഇവിടെ വീക്കെൻഡ് ആയതോടുകൂടി. ഒരു കടയാണ്. അവിടെ 5 ലക്ഷം രൂപയുടെ വരെയൊക്കെ സൈക്കിളാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ടീച്ചർ പോയപ്പോൾ ഇങ്ങനെ കണ്ടു ആ സൈക്കിളൊക്കെ. അപ്പോൾ ട്രാഫിക് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ട്രാഫിക്ക് പിന്നെ സിൽ ബോർഡ് എത്തുന്നതിനും വരെ ഒരു രക്ഷയില്ല. നീങ്ങിയേ പോകുള്ളൂ. സിൽ ബോർഡ് ചെന്നതിന് ശേഷമാണ് പിന്നെ ബയ്യപ്പനകൾ പിന്നെ അതുള്ളത് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിക്ക് പോകാനുള്ള ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിൽ ബോർഡിൽ നിന്ന് കഴിഞ്ഞ് ഇത്തിരി അങ്ങോട്ട് പോകുമ്പോൾ ബൊമ്മനഹള്ളിക്ക് മുമ്പാണ്.
ട്രാഫിക്കിൻ്റെ അടുത്ത് പിന്നെ ഒരു രക്ഷയില്ല, പറയേ വേണ്ട. ഒരുപാട് സമയമെടുക്കും നമുക്ക് ഇവിടെ നിന്ന് ഈ തിരക്കൊന്ന് ഒഴിഞ്ഞ് അങ്ങോട്ട് മാറാനായിട്ട്. ബൊമ്മനഹള്ളി എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇലക്ട്രോണിക് സിറ്റി ചെല്ലാം. പിന്നെ അവിടുന്ന് ഹൊസൂർ അങ്ങനെ നാട്ടിലോട്ടൊക്കെ പോകേണ്ടവർ അങ്ങനെയാണ് പോകുന്നത്. ഇത് നിങ്ങൾ വേറൊരു ഐറ്റം കൂടെ കാണിക്കാനുണ്ട്. അതാണ് നമ്മുടെ ഹനുമാൻ ടെമ്പിൾ. മണിപാലയിൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു ടെമ്പിളാണ് ഹനുമാൻ ടെമ്പിൾ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹനുമാൻ ടെമ്പിൾ എന്ന് പറയുന്നത്. നേരത്തെ അവിടെ ഹനുമാൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം കൂടെ ശ്രീരാമനാണെന്ന് തോന്നുന്നു ഒന്നും കൂടെ ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്തൊന്നും അവിടെ ഒറ്റ ഇതേ ഉള്ളായിരുന്നുള്ളൂ. ഇതിൻ്റെ പുറയിലും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഒന്ന് ശ്രീരാമനും ഒന്ന് ഹനുമാനും കൂടെയാണ്, രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഇതാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മടിവാള പോലീസ് സ്റ്റേഷൻ അങ്ങോട്ടാണ്. മടിവാള പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു ജംഗ്ഷനാണ്. ഇതും ഇതുപോലെ ഒരുപാട് ട്രാഫിക്കുള്ളതാണ്. കാരണം ഈ വണ്ടികളൊക്കെയാണ് മജസ്റ്റിക്കിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ, പ്രൈവറ്റ് ബസ് എല്ലാം കൂടെ അവിടെ വന്നിട്ടാണ് ഈ ഹൊസൂർ റോഡിലോട്ട് കണക്ട് ആവുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മടിവാള പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു മീനിൻ്റെ ഒരു ഹോൾസെയിൽ കടയുണ്ട്. മലയാളികൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു കടയാണ്. നല്ല മീനൊക്കെ വരാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ മേടിക്കുന്ന പോലെ ഒരുപാട് മീനുകളൊക്കെ മേടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ നേരെ പോകുന്നത് സിൽക്ക് ബോർഡിലേക്കാണ്. സിൽക്ക് ബോർഡിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഒരുപാട് ട്രാഫിക്കുകൾ കാരണം പിന്നെ ഈ റീസെൻ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ ഒരു ഫ്ലൈ ഓവർ. ഇത് ബി ടീമിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾക്ക് സിൽക്ക് ബോർഡ് ടച്ച് ചെയ്യാതെ മാർത്തകളി സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ് അവർ പണിഞ്ഞു കഴിഞ്ഞത്. ഇതിൽ പാർഷ്യലി ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഒരു ട്രാഫിക്ക് കുറവുണ്ട്. അല്ലെങ്കിൽ സിൽക്ക് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ട്രാഫിക്കിന് ഏറ്റവും ഇതായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു സിൽക്ക് ബോർഡ്. ഒരുപാട് സമയം നമുക്ക് അവിടെ കിടക്കേണ്ടി വരും അവിടെ നിന്ന് വണ്ടി നീങ്ങാനായിട്ട്. മാർത്തകളിൽ നിന്നൊക്കെ വരുന്ന സമയമാണെങ്കിൽ പീക്ക് ടൈം ഒക്കെ ആണെങ്കിൽ ഒരു 3-4 കിലോമീറ്ററൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂറായി കിടക്കും. നമ്മളതുപോലെ ബസ്സിനൊക്കെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂട്ടറിനൊക്കെ വരുന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ട്രാഫിക്കിനകത്ത് നമ്മൾ ഷോർട്ട് കട്ടൊക്കെ ചാടി അങ്ങനെയൊക്കെ പോകാമെന്ന് വെക്കാം. നല്ലൊരു ഇപ്പോൾ ഇത്ര കുറവുണ്ട്. കൊറോണയ്ക്ക് ശേഷം ആശ്വാസമുണ്ട്. പിന്നെ മെട്രോയും കൂടെ കുറേയൊക്കെ ഫംഗ്ഷനായ സ്ഥിതിക്ക് ആൾക്കാരൊക്കെ അങ്ങനെയും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ട്രാഫിക് കുറവുണ്ടെന്ന് പറയാം. ഇതാണ് സിൽക്ക് ബോർഡ് ജംഗ്ഷൻ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാർത്തഹള്ളി, നേരെ പോയി കഴിഞ്ഞാൽ ഹൊസൂർ പോകുന്ന വഴിയാണ്. സിൽക്ക് ബോർഡിലൊക്കെ ഇത്രയും തിരക്കുണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കണക്ട് ആകുന്ന സ്ഥലങ്ങളാണ്. ഈ ബാംഗ്ലൂരിലെ മെയിൻ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് BTM ബൻസങ്കരി പോകണമെങ്കിൽ, അല്ലെങ്കിൽ അത്തിപ്പള്ളി ഹൊസൂർ സൈഡിലോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ മജസ്റ്റിക്ക് പോകണമെങ്കിൽ, അപ്പോൾ ഒരു സിൽക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ജംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ ഇത്രയും ആൾക്കാർ വരുന്നതും ഇവിടെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ പണിഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ മെട്രോ ഒക്കെ വന്നതിന് ശേഷവും പിന്നെ ഈ ഫ്ലൈ ഓവറിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷവും ഒക്കെ റെഡിയായി. ഈ ഒരു ഈ ഒരു ജംഗ്ഷനിലെ സെൻട്രൽ സിൽക്ക് ബോർഡ് എന്നാണ് പറയുന്നത്. അത് പറയാനായിട്ടുള്ള കാരണമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ സിൽക്ക് ബോർഡാണ്, സെൻട്രൽ സിൽക്ക് ബോർഡാണ്. അപ്പോൾ ഈ സിൽക്കിനെ പറ്റിയിട്ടുള്ള ഗവേഷണവും അതിൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫീസാണത്. ഇതൊക്കെയാണ് ബാംഗ്ലൂരിലെ മടിവാള സിൽക്ക് ബോർഡിലെ കാഴ്ചകൾ. Thank you.